വാളയാറ ചെക്ക് പോസ്റ്റിന്റെ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെ മുതൽ ഫൈനിന്റെ സ്ഥലം തുടങ്ങുന്നുണ്ട്. വലിയ വണ്ടികൾ ഇടതുവശം ചേർന്ന് പോയില്ലെങ്കിൽ 1000 രൂപ ഫൈൻ അവിടെ എഴുതിച്ചാണ്. തമിഴ്നാട്ടിൽ എവിടെ ഒരു ഫൈനിന്റെ ബോർഡാ. സിഗ്നൽ ഇല്ല അവിടെ, ആക്സിഡന്റുകൾ കുറവാണ്. കേരളത്തിൽ ഇത്രയും സിഗ്നലും ഇത്രയും നിയമങ്ങളും ഇത്രയും ഫൈനും ഒക്കെ ഉണ്ടായിട്ടും ആക്സിഡന്റുകൾക്ക് വല്ല കുറവുണ്ട്. അങ്ങനെ ചെന്നൈയിലെ പഠനം കഴിഞ്ഞു. ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അപ്പോൾ ബൈക്ക് ട്രെയിനിൽ കയറ്റി വിടാന്നാണ് പ്ലാൻ ചെയ്തത്. 7000 രൂപയോളം വരും എന്ന് പറഞ്ഞു. ബൈക്ക് കയറ്റി വിടുന്നതും എൻ്റെ തിരിച്ചു വരാനുള്ള ടിക്കറ്റും എനിക്കൊരു 7000-8000 രൂപയോളം വരും. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ 2400-2600 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ നാട്ടിൽ വരാം. ചെന്നൈയിൽ നിന്ന് ബൈക്കൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ കാണിച്ച് ചെയിനൊക്കെ ടൈറ്റ് ചെയ്യാനുള്ളതൊക്കെ ടൈറ്റ് ചെയ്ത് ബ്രേക്കൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത്. അപ്പോൾ നിങ്ങളതിലേക്ക് ഇതിനൊക്കെ കാശ് വരില്ലേ? വളരെ തുച്ഛമായ കാശേ എനിക്ക് ആയുള്ളൂ. വാഷ് ചെയ്യാനായിട്ട് 150 രൂപ. ചെയിൻ ടൈറ്റ് ചെയ്ത് ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് കേബിളുകളൊക്കെ നോക്കി പ്ലഗ് ഒക്കെ ചെക്ക് ചെയ്ത് ഒരു ജനറൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്കതിന് വന്നത് 350 രൂപ. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് സിസലിനോട് ടാറ്റയും പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ പോയിട്ട് വരാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ഇന്റേൺഷിപ്പ് പരിപാടിയൊക്കെ ആയിട്ട് വരാം. തീർച്ചയായും. പാവത്തിന്റെ ഉറക്കം ഞാൻ വെളുപ്പാൻ കാലത്ത് ഇപ്പോൾ കളഞ്ഞിട്ട് ഒരു ദിവസത്തേക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നതാണ്. ഓടിരാ ടേക്ക് കെയർ. ഫുൾ ടാങ്ക് പെട്രോൾ ഒഴിച്ച് ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ചെന്നൈയിൽ നിന്ന് ഞാൻ ബൈക്കും എടുത്ത് നാട്ടിലേക്ക് പോവുകയാണ്. കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ ബൈക്ക് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ വന്നതാണ്. അപ്പോൾ ഞാൻ യാത്ര തിരിക്കട്ടെ. അപ്പോൾ പോയിട്ട് വരാം. മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ച് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 200 കിലോമീറ്ററോളം ഓടി. അന്നെ ഫുള്ള് எந்த ஊருண்ணா இது? இது வந்து விழுப்புரம் டிஸ்ட்ரிக்ட்ண்ணா. விழுப்புரம். சேலம் இங்கேருந்து எவ்வளோ இருக்கும்? 150 கிலோமீட்டர். 150 4 ലിറ്റർ കഴിഞ്ഞ് ഓക്കേண்ணா. ഞാൻ അപ്പോൾ മൈലേജ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 27.999 ആണ്. അപ്പോൾ 28 കൂട്ടാം. 28 കിലോമീറ്റർ. അപ്പോൾ മൊത്തം എനിക്ക് 670 കിലോമീറ്റർ. അപ്പോൾ 168 ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ തുടക്കത്തിൽ. 24 ലിറ്റർ, അതായത് 2500 രൂപ, 2600 രൂപയ്ക്ക് വീട്ടിൽ പോകും ചെന്നൈയിൽ നിന്ന്. മൈലേജും ചെക്ക് ചെയ്ത് വീട്ടിലേക്കൊന്ന് വിളിക്കാമെന്ന് വെച്ചു. സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പോൾ ഓഡിയോ കിട്ടണില്ല. അപ്പോൾ അച്ഛനോട് പറഞ്ഞു 200 കിലോമീറ്റർ അടുത്ത് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം വീട്ടിലേക്ക് വരാം, രാത്രി കാണാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ സൂക്ഷിച്ചാമ്പാട്ടി വിചാരിച്ച് വരൂ എന്ന് പറഞ്ഞു. ഇടയിലൊന്ന് വണ്ടി നിർത്തി മുഖമൊക്കെ ഒന്ന് കഴുകി. മുഖത്തൊക്കെ നിറച്ച് ചെളിയായിരുന്നു. ഉള്ള വണ്ടിയുടെ പൊടിയൊക്കെ അടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പോവാം. കരിക്ക് കണ്ടപ്പോൾ കഴിക്കാനായിട്ട് നിർത്തിയതാണ്. നമ്മളിപ്പോൾ സേലം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാന്ന് വെച്ചത് ഇപ്പോൾ ഒരു കട കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയതാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കഴിച്ചിട്ട് പോവാം. എന്താ പറഞ്ഞത്? പെരുന്തൂരേ. ഒരു പരിവായി. കണ്ണിൽ കാറ്റടിച്ച് കണ്ണൊക്കെ ചുമന്ന്. പക്ഷെ കൊള്ളാം, ഓടിച്ചു വരാൻ രസമൊക്കെ ഉണ്ട്. ഇലയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണിയൊക്കെ കഴിച്ചിറങ്ങി. പക്ഷേ ഫോണിൽ ചാർജ് ഉണ്ടായില്ല, അതുകൊണ്ട് ബിരിയാണി കാണിച്ചു തരാൻ പറ്റില്ല. ഫോൺ കുത്തിയിട്ടു. അപ്പം ഇനി ഇവിടെ നിന്ന് ഇനി കോയമ്പത്തൂർക്ക് 75 കിലോമീറ്റർ, അത് കഴിഞ്ഞാൽ ഒരു 120 കിലോമീറ്റർ വീട്ടിലേക്ക്. അങ്ങനെ കേരളം എത്തി.
മുന്നേ വിളിച്ചപ്പോൾ അമ്മ ചോദിച്ചോളൂ മഴ പെയ്യുമെന്ന്. മഴ പൊടിയുണ്ട് ഇവിടെ. അങ്ങനെ മഴ പെയ്ത് മഴയത്ത് കോട്ടൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. ചേട്ടൻ ചെന്നൈന്ന് ബുള്ളറ്റ് ഓടിച്ച് വരികയാണ്. എത്തേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പൊ വരും. ലോങ് റൈഡ്. വി ആർ വെയിറ്റിംഗ്. എത്ര കിലോമീറ്റർ? 650. അത്രയും കണ്ട് സോളോ റൈഡ് കഴിഞ്ഞ് വരുവാ സാറ്. നിനക്ക് ഇതേപോലെ സമ്മതിക്കണ്ടേ? അതാണ് തോന്നുന്നത്. നിനക്ക് ബുള്ളറ്റ് ഓടിച്ച് വന്നാൽ മതിയായിരുന്നില്ലേ? എന്റെ മോൻ വരുന്നുണ്ട്, എന്റെ മോൻ വരുന്നുണ്ട്, എന്റെ മോൻ വരുന്നുണ്ട്, എന്റെ മോൻ വരുന്നുണ്ട്, എന്റെ മോൻ വരുന്നുണ്ട്. അച്ഛന്റെ ചക്കര മോൻ വന്നല്ലോ. ഹലോ, കൺഗ്രാജുലേഷൻ, കൺഗ്രാജുലേഷൻ. എത്ര കിലോമീറ്റർ? 668 കിലോമീറ്റർ ഓടിച്ച് എന്റെ മോൻ എത്തിയിരിക്കുന്നു. ബുള്ളറ്റ്, സ്വന്തം ബുള്ളറ്റിൽ. സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഇത് ഭയങ്കര പണി. ഏയ്, കാല് വെള്ളം കിട്ടാ മമ്മൂട്ടി. യാത്രയൊക്കെ സുഖായോ? പാപ്പൊക്കെ കഴിച്ചോ വഴിയില്ലേ? കേരളത്തിലെ റോഡ് വളരെ പരിതാപകരാണ്. അവിടെ നല്ല സുഖമായിട്ട് ഓടിച്ചു വരാൻ പറ്റി. ഗിയറിലാണ്. മിഥുവിന്റെ ബുള്ളറ്റ് സ്വിച്ച് ഇട്ടാൽ സ്റ്റാർട്ട് ആവും. അത്രേ ഉള്ളൂ. വീടിന്റെ അകത്തല്ലേ? അറുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ക്ഷീണിച്ചെന്റെ ബോള് വന്നിരിക്കണോ. ഇതെവിടേക്കോ? ഇപ്പൊ തൽക്കാലം ഫ്രണ്ടിൽ വെച്ചോ. എന്റെ മോനെത്തി. കാത്തിരിക്കായിരുന്നു ഇവിടെ. They are waiting. എന്തോ ക്ഷീണം കേരളത്തിൽ ശേഷം മാത്രമേ ക്ഷീണമുള്ളൂ. അതുവരെ അടിപൊളിയായിരുന്നു. വാളയാറ് അങ്ങോട്ട് കഴിഞ്ഞതും റോഡ് ഗംഭീരം. ക്ഷീണിച്ചില്ല. വാളയാറ ചെക്ക് പോസ്റ്റിന്റെ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെ മുതൽ ഫൈനിന്റെ സ്ഥലം തുടങ്ങുന്നുണ്ട്. വലിയ വണ്ടികൾ ഇടതുവശം ചേർന്ന് പോയില്ലെങ്കിൽ 1000 രൂപ ഫൈൻ അവിടെ എഴുതിച്ചാണ്. തമിഴ്നാട്ടിൽ എവിടെ ഒരു ഫൈനിന്റെ ബോർഡാ. സിഗ്നൽ ഇല്ല അവിടെ. ആക്സിഡന്റുകൾ കുറവാണ്. കേരളത്തിൽ ഇത്രയും സിഗ്നലും ഇത്രയും നിയമങ്ങളും ഇത്രയും ഫൈനും ഒക്കെ ഉണ്ടായിട്ടും ആക്സിഡന്റുകൾക്ക് വല്ല കുറവുണ്ടോ? ഞാൻ ഷർട്ട് പറഞ്ഞു എന്തെങ്കിലും കോട്ട് ഇട്ടാണ്. കോട്ട് അടിപൊളി കോട്ട്. മറ്റേ 100 രൂപയുടെ സാധാരണ പ്ലാസ്റ്റിക് കോട്ടാണ്. എങ്ങനെ നനയില്ല. ഇതിപ്പോ എന്തിട്ടത് ഫുള്ള് നനയും. അകത്തുള്ളതൊക്കെ നനഞ്ഞിരിക്കണം. ബാഗ് നനയാണ്ടിരിക്കാൻ കോട്ടിന്റെ അകത്താക്കിയതാണ്. അതുകൊണ്ട് നനഞ്ഞു. അച്ഛൻ പണ്ട് തുടങ്ങി അച്ഛന്റെ ഡീസൽ ബുള്ളറ്റില് എന്തിട്ടതില് എന്റെ ബാഗ്, ഹെൽമെറ്റ്, കണ്ണടക്കെ ഞാൻ ഉപയോഗിച്ചു. മഴയത്ത് അതിന്റെ മുകളിൽ വെള്ളം അടിച്ചിട്ടൊന്നും കാണില്ല. അത് നേരം പതുക്കാണ് വന്നത്. കണ്ണ് ചോന്നിരിക്കുന്നു. വേഗം മോൻ കഴുകി. 13 മണിക്കൂറിൽ ഒരു 2 മണിക്കൂർ ഫുഡ് കഴിക്കാൻ. പിന്നെ അതിന്റെ വേറെ 1 മണിക്കൂർ അവിടെ ഇവിടെ ഒക്കെ നിർത്തിയതും കേട്ടു. ചന്തി മരവിക്കുമ്പോ നിർത്തും. ഇവിടെ നിർത്തി കുളിപ്പിക്കന്നെ. അമ്മ കുളിപ്പിക്കവനെ സോപ്പൊക്കെ തേച്ച്. സോപ്പൊക്കെ തേച്ച് കുളിപ്പിക്കും. രാവിലെ 6:10 പെട്രോൾ അടിച്ചു. അച്ഛന്റെ ഉപദേശം ഉണ്ടായ വൈകരുത് തിരിക്കുന്നതിന് മുമ്പ് കേരളത്തിലെത്തണമെന്ന്. അപരിചിതങ്ങളായ വഴികളിലെ കേരളത്തിലെത്തിയതിനു ശേഷമാണ് ഞാൻ വൈകിയത്. അല്ലെങ്കിൽ മര്യാദക്ക് എത്തിയത്. ചെന്നൈത്തെ പോലത്തെ റോഡായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഉച്ചയ്ക്ക് എത്തിയത്. വാളയാറ് ഞാൻ ഏതാണ്ട് 3 മണിക്കാ എത്തി. 3 4:30. 3 ബുള്ളറ്റിന് 15 ആയാലും
മോനെ വിടുമായിരിക്കും, അച്ഛനും പോയിരിക്കും, എന്നെ വിടൂല. നീ നിന്റെ ബുള്ളറ്റ് എടുത്തോ, സുമേച്ച് കയറ്റിക്കോ. ഒന്ന് പോയച്ചാ. ഇതൊക്കെ ആ സമയമാകുമ്പോ മാറും. അപ്പൊ ഒരു ഗോപമാമന്റെ ഫോൺ ഉണ്ടാവും. കണ്ടിട്ടാ ഇത്ര ദൂരം അവള് വണ്ടി ഓടിക്കാൻ അതെ, എങ്ങോട്ടും വിടൂല. അയ്യാ ഗോപമാനോട് വണ്ടിയിലാ വരണേന്ന് പറഞ്ഞില്ല. എനിക്ക് 4 കൈയുണ്ടല്ലോ. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. പാവം അച്ഛന്റെ മടി. നീണ്ട 14 മണിക്കൂറിന്റെ യാത്ര കഴിഞ്ഞ് കേരളത്തിലെ ദുരിതങ്ങൾ അനുഭവിച്ച് ഞാൻ അങ്ങനെ വീട്ടിലെത്തി. ഇത് വലിയ സംഭവമുള്ള വീഡിയോ ഒന്നും അല്ല, വലിയ കാമ്പുള്ള വീഡിയോ ഒന്നും അല്ലത്. അതെ, ഇപ്പൊ എന്നെ മടി പിടിച്ചിരുത്തിയേക്കണതേ ഷർട്ട് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.